സഹകാരിയായിട്ട് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സുജ എന്ന് പറഞ്ഞൊരു ഉം. അപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത് ഇതുപോലെ സഹകാരിയിൽ നല്ല ക്ലാസ് ഒക്കെയാണ്, കോച്ചിങ് ക്ലാസ്. അന്നേരം JCയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ പറയുന്ന പുതിയതായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ള രീതിയിലുള്ളതായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കോച്ചിങ് സെന്ററിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമായിരുന്നു. കേരള ബാങ്കിന്റെ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യാണ് സഹകാരി റേസ് പ്ലസിൽ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റാങ്ക് മേടിച്ചിട്ടുള്ള നമ്മുടെ അരുണാണ്. കാരണം ഏകദേശം വലിയൊരു മത്സരം നടന്ന കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനേഷനിൽ ആദ്യത്തെ 100-ൽ 28ാമത്തെ റാങ്ക് മേടിച്ചിട്ടുള്ള അരുണാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഓക്കെ, അരുൺ പത്തനംതിട്ട സ്വദേശിയാണ്, പത്തനംതിട്ട ഉള്ളന്നൂർ സ്വദേശിയാണ്. അപ്പോൾ അരുണിന്റെ പഠന വിശേഷങ്ങൾ ഒന്ന് ചുരുക്കി നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കും. അപ്പോൾ അരുണെ, നമ്മൾ എങ്ങനെയാണ് സഹകാരിയിലേക്ക് ആദ്യം എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് സഹകാരിയായിട്ട് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സുജ എന്ന് പറഞ്ഞൊരു അപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത് ഇതുപോലെ സഹകാരിയിൽ നല്ല ക്ലാസ് ഒക്കെയാണ്, കോച്ചിങ് ക്ലാസ്. അന്നേരം JCയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ അന്നേരം രാജേഷ് സാറിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ജോയിൻ ചെയ്തു. തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. JC എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തുടക്കം തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അതുണ്ടോ ആക്ച്വലി? ഇല്ല, വന്നിട്ടില്ല. അപ്പൊ JCക്ക് വരാത്ത ആൾക്കാരാണ് കേരള ബാങ്ക് വന്നപ്പോഴത്തേക്ക് ഇടിച്ചു കയറി അല്ലേ? കാരണം JCയിൽ നമ്മള് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എക്സാം വന്നു. അപ്പോഴത്തേക്കും പാറ്റേൺ പിടിച്ച് നമുക്കത് പിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. മനസ്സിലായി, അതിനനുസരിച്ച് കയറി വരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഈ ഒരു ഇത്തരത്തിലൊരു റാങ്കിലേക്ക് നമുക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആൾവേസ് വെരി വെരി സ്പെഷ്യൽ. പഠനത്തിനോടൊപ്പം റിവിഷനൊക്കെ നന്നായിട്ട് എന്തായാലും ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു, പെർഫോമൻസിൽ എന്തൊക്കെയായിരുന്നു അനുസരിച്ചിട്ടുണ്ടായിരുന്നേ? കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. പരീക്ഷ ഹാളിൽ ചെന്നതിന് ശേഷമുള്ള പെർഫോമൻസിനെ പെർഫോമൻസ് നമുക്ക് ഈ പറയുന്ന പുതിയതായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ള രീതിയിലുള്ളതായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കോച്ചിങ് സെന്ററിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമായിരുന്നു. അപ്പൊ അത് പ്രത്യേക ഒരു പ്രോബ്ലം ആയിട്ട് വന്നില്ല. അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൈനസ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏകദേശം ഞാൻ ഏകദേശം ഒരു 60ഓളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 60ഓളം അറ്റൻഡ് ചെയ്ത് അവിടെ നിർത്തി അല്ലേ? ഒരുപാട് റിസ്ക് എടുത്തില്ല. അപ്പൊ അതും നമുക്ക് ഇത്തരത്തില് ആദ്യ റാങ്കുകളിലേക്ക് വരുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച കാര്യം തന്നെയാണ്. ചില ആൾക്കാർ കുറച്ച് കയറ്റി റിസ്ക് എടുക്കാറുണ്ട്, ചില റിസ്ക് കുറച്ചെടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അരുണിന്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഇനി CSCBയിൽ ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരാനുണ്ട്. കാരണം ഈ ഒരു കേരള ബാങ്കിന്റെ അഡ്വൈസ് പോയ സ്ഥിതിക്ക് തന്നെ ഒരുപാട് വേക്കൻസി വരും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? നമ്മൾ ഏതൊരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്താൽ ആദ്യം മുതലേ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് എടുക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ ഇടയ്ക്ക് ഡിലേ വരാതിരിക്കാൻ നോക്കുക. പിന്നെ കോമ്പറ്റീഷൻ കൂടുതലുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം പെർഫോം ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ എക്സാം ഹാളിലെ ഒരു പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കഴിയുന്നതും നെഗറ്റീവ് മാർക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ്.